ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. തൈറോയ്ഡ് ഉള്ള പേഷ്യൻസിന് നമ്മൾ വളരെ ഹെൽത്തി ആണെന്ന് വിചാരിക്കുന്ന പല ഭക്ഷണങ്ങളും അവരുടെ തൈറോയിഡിൻ്റെ പ്രൊഡക്ഷനെ സ്ലോ ഡൗൺ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള വളരെ ഹെൽത്തി ആണെന്ന് നമ്മൾ ധരിക്കുന്ന കുറച്ച് ഫുഡ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹൈപ്പോ തൈറോയ്ഡ് ഉള്ളവർ അവോയ്ഡ് ചെയ്യേണ്ട ചില ഫുഡുകളാണ്. അപ്പോൾ അതിൽ അവർക്ക് ആദ്യമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് ഗോയിട്രജൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഈ ഗോയിട്രജൻ അടങ്ങിയിട്ടുണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അയഡിൻ്റെ അബ്സോർപ്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തൈറോയ്ഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് അയഡിൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗോയിട്രജൻ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ തൈറോയിഡിൻ്റെ പ്രൊഡക്ഷനെ അത് ബാധിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് വെജിറ്റബിൾസ് എല്ലാവർക്കും അറിയാതിരിക്കുന്നതായിരിക്കും. ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ ബ്രക്കോളി, റാഡിഷ് തുടങ്ങിയ വെജിറ്റബിൾസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം എന്ന അർത്ഥമില്ല. അത് നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. ഇപ്പം 3-4 ഫ്ലോററ്റ്സ് ഒക്കെ നമുക്ക് ഒരു വീക്കിൽ 2 പ്രാവശ്യമൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കഴിക്കുമ്പോൾ റോ ആയിട്ട് കഴിക്കാതിരിക്കാൻ നോക്കുക. നന്നായി കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് പൂർണ്ണമായി അവോയ്ഡ് ചെയ്യണം എന്നല്ല, നമ്മളത് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത് ലിമിറ്റായിട്ട് ഉപയോഗിക്കാം. നമുക്കത് അത്ര നല്ലതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസിൽ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടവ. അതുപോലെ തന്നെ ഫ്രൂട്ട്സിലേക്ക് വന്നാൽ സ്ട്രോബെറി, പെയർ, അതുപോലെ പീച്ച് പോലുള്ളവ ഇതുപോലെ ലിമിറ്റ് ചെയ്യേണ്ടവയാണ്. അതുപോലെ പീനട്ട് പലർക്കും ഡൗട്ടാണ്, കഴിക്കാവോ, തൈറോയിഡ് ഉണ്ട്, ഹൈപ്പോ തൈറോയിഡ് ആണ്, കഴിക്കാവോ എന്ന് പലരും ചോദിക്കുന്ന കാര്യമാണ്. പീനട്ട് വളരെ ക്വാണ്ടിറ്റി കുറച്ച് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതും എല്ലാ ദിവസങ്ങളിലും കഴിക്കുന്നത് നല്ലതല്ല. 2-3 പ്രാവശ്യമൊക്കെ ഒരു പിടിയൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് കഴിക്കുന്നത് ചിലവർ പീനട്ടൊക്കെ ഒരുപാട് ഒന്നിച്ച് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ലിമിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അടുത്ത ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് മില്ലറ്റ്സ്. അപ്പോൾ ഈ ഒരു മില്ലറ്റ്സിലും നമ്മുടെ റാഗി, അതുപോലെ തന്നെ ബാജ്ര, ഇതിലൊക്കെയാണ് ഗോയിട്രജൻ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെയുള്ളത് കഴിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമുക്കിപ്പോൾ വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 6 to 8 hours എങ്കിലും നമ്മളത് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള നമ്മൾ ഫെർമെൻറ്റഡ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നന്നായിട്ട് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം അരച്ച് ഫെർമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഈ ഗോയിട്രജൻ കണ്ടന്റ് വളരെ കുറയുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫെർമെൻറ്റ് ചെയ്യുക, അതുപോലെ കുക്ക് ചെയ്യുക, നന്നായിട്ട് കുക്ക് ചെയ്യുക, അതുപോലെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് കപ്പയാണ്. കപ്പ, അതുപോലെ തന്നെ സാബൂനരി എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം കൂടെ, അതും നമ്മൾ കപ്പയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഈ നാട്ടിലൊക്കെ കുറവാണ് നമ്മൾ സാബൂദാന ഉപയോഗിക്കുന്നത്. പക്ഷെ നോർത്തിലേക്കൊക്കെ നമ്മൾ പായസത്തിലൊക്കെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നോർത്തിലൊക്കെ അത് ഉപയോഗിച്ചിട്ട് തന്നെ കിച്ചടി പോലുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ലിമിറ്റ് ചെയ്യുക. നമ്മൾ വല്ലപ്പോഴും ഒരു പ്രാവശ്യം പായസത്തിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതുപോലെ കപ്പ നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ടാപ്പിയോക്ക, ഈ ഒരു കപ്പയുടെ ഉപയോഗം കുറക്കുന്നതാണ് നല്ലത്. ഇതിലടങ്ങിയിട്ടുള്ള തയോസയനേറ്റ് നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനെ ബാധിക്കും. അത് ലിമിറ്റ് ചെയ്യാൻ കാരണമാവും, കുറക്കാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു കപ്പയും നമ്മൾ വളരെ ലിമിറ്റായിട്ട് ഉപയോഗിക്കാൻ നോക്കുക. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് സോയ പ്രൊഡക്ട്സ് ആണ്. സോയ ചങ്ക്സ്, അതുപോലെ ടോഫു അല്ലെങ്കിൽ സോയ മിൽക്ക്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മുടെ തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ കുറക്കാൻ കാരണമാവും. അതുപോലെ ഇത് തൈറോയിഡിന് ഇൻഫ്ലമേഷൻ വരാനും കാരണമാവാറുണ്ട്. അതുപോലെ നമ്മൾ തൈറോയിഡിൻ്റെ ഗുളികകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ രാവിലെ വെറും വയറ്റിലായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അടുത്ത് തന്നെ നമ്മൾ സോയയുടെ പ്രൊഡക്ട്സ് കഴിക്കുകയാണെങ്കിൽ ഈ മെഡിസിൻ്റെ അബ്സോർപ്ഷനെയും ഇത് സാരമായി ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇൻ കേസ് ഇപ്പം നമ്മൾ വീക്കിലി 1-2 പ്രാവശ്യം സോയ പ്രൊഡക്ട്സ് കഴിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ കൂടി അത് നമ്മുടെ തൈറോയിഡ് കഴിക്കുന്ന മെഡിസിനുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വെക്കാൻ വേണ്ടി, ടൈമിൻ്റെ ഡിസ്റ്റൻസ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടൈം ഇപ്പോൾ രാവിലെയാണ് നമ്മൾ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് ആ ഒരു സോയ പ്രൊഡക്ട്സ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എന്നുള്ളതാണ്.
അപ്പോൾ ഇതാണ് അടുത്ത ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. ലാക്ടോസ് മിൽക്ക്, അതുപോലെ മിൽക്ക് പ്രൊഡക്ട്സിലുള്ളതാണ്. ഈ മിൽക്ക് പ്രൊഡക്ട്സിലുള്ള സാധാരണ ഹൈപ്പോതൈറോയ്ഡ് ഉള്ളവർക്ക് മിൽക്ക് പ്രൊഡക്ട്സും അത്ര പ്രശ്നം കാണാറില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും വയറിൽ ഇഷ്യൂ, അതായത് ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂ ഇങ്ങനെയുള്ളവരാണെങ്കിൽ പാല് നമ്മൾ കുറക്കുന്നതാണ് നല്ലത്. മോരും തൈരും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഹാഷിമോട്ടോസ് ഉള്ളവർക്കാണ് ഈ ഡയറി പ്രൊഡക്ട്സ് കൂടുതലായി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ലാത്തത്. സാധാരണ തൈറോയിഡ് ആണെങ്കിൽ, ഹൈപ്പോതൈറോയിഡ്സ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം പാല്. അത് പാല് നല്ലൊരു സോഴ്സിൽ നിന്നാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പം നമ്മൾ പാക്കറ്റ് പാലൊന്നും ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. നമ്മൾ അറിയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ പാല് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ വയറിന് ഈ ഒരു ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പം അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മെറ്റബോളിസം, തൈറോയ്ഡ് ഉള്ളവർക്ക് ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറയുന്നത് മെറ്റബോളിസം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഡൈജസ്റ്റീവ് ഇഷ്യൂ ഉള്ളവർക്ക് വീണ്ടും നമ്മൾ പാലിൻ്റെ പ്രൊഡക്ട്സ് കഴിക്കുമ്പോൾ ഇത് വേഴ്സൺ ആവാൻ കാരണമാവാറുണ്ട്. നിങ്ങൾ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നും നമുക്ക് അതിൻ്റെ കൂടെ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പ്രോബ്ലം കാണണമെന്നില്ല. അതെല്ലാം നിങ്ങൾ മോഡേൺ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ വയറിന് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളത് ലിമിറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അടുത്ത ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ആണ്. ഗ്ലൂട്ടൻ്റെ ഒരു പലപ്പോഴും വീറ്റിലാണ് ഗ്ലൂട്ടൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീറ്റ് തൈറോയ്ഡ് ഉള്ളവർ ഒഴിവാക്കണം എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ തൈറോയ്ഡ് മാത്രമുള്ളവർക്ക് ഈ ഒരു ഗ്ലൂട്ടൻ വലിയ പ്രശ്നം ഇല്ല. പക്ഷേ തൈറോയ്ഡ്, ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ പലരിലും സീലിയാക് ഡിസീസ് കൂടെ കാണാറുണ്ട്. മിക്കവാറും പേരിൽ ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ ഗ്ലൂട്ടൻ്റെ ഉപയോഗം ഇത് ട്രിഗർ ചെയ്യാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ സീലിയാക് ഡിസീസ് ഉള്ളവരാണെങ്കിൽ ഗ്ലൂട്ടൻ കുറക്കുന്നതാണ് നല്ലത്, ഗ്ലൂട്ടൻ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയുള്ളവർ മാത്രം ഗ്ലൂട്ടൻ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വിരുദ്ധാഹാരം ഉപയോഗിക്കുന്നത് കൂടെ നമ്മൾ കുറച്ച് ലിമിറ്റ് ചെയ്യണം. നമ്മൾ റോങ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉപയോഗിക്കുന്നത് കുറക്കുന്നതാണ് നല്ലത്. ഇത് നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഗട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ അല്ലാതെ നടക്കാനും അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നതാണ്. നമ്മൾ ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ മെറ്റബോളിസം ഡൗണും ആകുമ്പോൾ നമ്മുടെ തൈറോയിഡിനെയും അത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് നമ്മൾ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു തെറ്റ്, അതായത് ഒരു വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ഷേക്സ് ആണ്, മിൽക്ക് ഷേക്സ് ആണ്. അതായത് ഫ്രൂട്ട്സും പാലും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ വല്ലപ്പോഴും ഒരു പ്രാവശ്യം കുടിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് റെഗുലറായിട്ട് വീക്കിലി 4 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്മൂത്തീസൊക്കെ പലപ്പോഴും ഫ്രൂട്ട്സും പാലും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റോങ് കോമ്പിനേഷൻസ് തൈറോയ്ഡ് ഉള്ളവരാണെങ്കിൽ കുറക്കാൻ നോക്കുക. അതുപോലെ നമ്മൾ ഹെവി മീൽസ് കഴിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതും നമ്മുടെ ഡൈജഷനെ വളരെ സാരമായി ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതും അത്ര നല്ല ഒരു ഹാബിറ്റ് അല്ല. അതൊരു റോങ് കോമ്പിനേഷനാണ്. നമ്മൾ നല്ല ഉപ്പുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ ഉപ്പൊക്കെ ഉള്ള ഉപ്മാവ് അല്ലെങ്കിൽ ചപ്പാത്തി പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ചായ കൂടെ കുടിക്കുകയാണെങ്കിൽ അതൊരു റോങ് കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. പലപ്പോഴും ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ റെഗുലർ റൂട്ടീനിൽ ഇത് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിനെ കൂടുതൽ വേഴ്സനാക്കാനും പ്രൊഡക്ഷനെ വേഴ്സനാക്കാനും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസമൊക്കെ വളരെ ഡൗൺ ആക്കാനും കാരണമാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടവ. ഇതല്ലാതെ നമ്മൾ ഷുഗർ, അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്, ഇത് നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് ഞാനിപ്പോൾ ഹെൽത്തി ഫുഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒഴിവാക്കേണ്ട ഹെൽത്തി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഫുഡിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഷുഗറും അതുപോലെ തന്നെ ഫ്രൈഡും പ്രോസസ്ഡും ആയിട്ടുള്ള ഫുഡിനെ കുറിച്ച് പറയാഞ്ഞത്. പക്ഷേ അതുകൂടെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്